ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മുടെ 10th പ്രിലിംസ് എക്സാം വരാനായിട്ട് പോവുകയാണ്. ഈ അടുത്ത് തന്നെയാണ് എക്സാം. ഈ വരുന്ന മാസം 18-ാം തീയതിയാണ് നമ്മുടെ 10th പ്രിലിംസ് എക്സാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഓഗസ്റ്റ് മാസം തന്നെ അതിന്റെ ഒരു സെക്കൻഡ് ഡേ ഉണ്ട്. 4 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. 18-ാം തീയതി രാവിലെയും വൈകിട്ടും ഉണ്ട്. ആദ്യ 2 ഘട്ടം അപ്പോഴായിരിക്കും. പിന്നെ മൂന്നാമത്തെയും 4-മത്തെയും ഘട്ടം എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം 1-ാം തീയതി ആയിരിക്കും. അപ്പൊ ഈ ഒരു 10th പ്രിലിംസ് നമ്മൾ പാസ് ആകുകയാണെങ്കിൽ നമുക്ക് കമ്പനി ബോർഡ് LGS അതോടൊപ്പം തന്നെ വെബ്കോ LD എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു പരീക്ഷ എഴുതാനായിട്ട് പറ്റുന്നതാണ്. സോ നമ്മൾ ഈ ഒരു 10th പ്രിലിംസ് എക്സാമിനെ സംബന്ധിച്ചോളം കേരള ഹിസ്റ്ററി അത് തന്നെ പ്രത്യേകിച്ച് നവോത്ഥാനം എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്ന ഏരിയയിൽ മുൻ വർഷങ്ങളിൽ കേരള PSC ചോദിച്ച ചില ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട വിശകലനങ്ങളുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ 1940, ഓപ്ഷൻ ബി 1935, ഓപ്ഷൻ സി 1931, ഓപ്ഷൻ ഡി 1928. ഏത് വർഷമാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് അല്ലെങ്കിൽ തുടങ്ങിയതെന്ന് പറയുന്നത്? സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1931 ആണ് ഇത് തുടങ്ങുന്നത്. ഓക്കെ, നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില റിലേറ്റഡ് ഫാക്ട്സിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ നോക്കുകയാണെങ്കിൽ എന്നാണ് തുടങ്ങുന്നത് നോക്കുകയാണെങ്കിൽ 1931 നവംബർ മാസം 1-ാം തീയതിയാണ്. എന്നാണ് 1931 നവംബർ മാസം 1-ാം തീയതിയാണ്. നവംബർ 1 എന്ന് പറയുമ്പോൾ എന്താണ്? കേരളപ്പിറവി ദിനമാണ്. ഒരു കേരളപ്പിറവി, അത് കേരളം ഫോം ചെയ്തിട്ടില്ല, പക്ഷെ ഒരു കേരളപ്പിറവി ദിനത്തിലാണ് എന്ത് തുടങ്ങുന്നത്? ഈ ഒരു ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങുന്നത്. 1-ാം തീയതി എന്ന് പറയുന്നത് കണ്ണനെ കാണാൻ ആളുകൾ ക്യൂ നിൽക്കുന്ന ഒരു ദിവസമാണ്. അത്രയ്ക്കും പ്രധാനപ്പെട്ടതാണ് 1-ാം തീയതി. മലയാള മാസമാണ് പോട്ടെങ്കിലും 1-ാം തീയതിയാണ് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും 12 മാസം എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന 1-ാം തീയതി എന്ന് പറയുന്നത് ഏതാണത്? നവംബർ 1 കാരണം കേരളപ്പിറവിയാണ്. അപ്പോൾ ഓർത്തിരിക്കാണ്ട് എളുപ്പമാണ്. 1931 നവംബർ മാസം 1-ാം തീയതിയാണ് എന്ത് തുടങ്ങുന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ എന്നാണ് തീരുന്നത് നോക്കുകയാണെങ്കിൽ 1932 ഒക്ടോബർ മാസം 2-ാം തീയതി. നമ്മൾ ഈ 12 മാസത്തെയും 2-ാം തീയതികൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-ാം തീയതി എന്ന് പറയുന്നത് എന്താണ്? അത് ഗാന്ധി ജയന്തി ആയിട്ടുള്ള ഒക്ടോബർ 2 എന്ന് പറയുന്ന ആ ഒരു തീയതിയാണ്. സോ 1931 നവംബർ 1 തുടങ്ങി 1932 ഒക്ടോബർ മാസം 2-ാം തീയതി തീരുകയാണ് നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന പിന്നാക്ക ജാതിക്കാർക്ക് ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇഴവാദി പിന്നാക്ക ജാതിക്കാർക്കൊന്നും പ്രവേശനം ഉണ്ടായില്ല. ഒരു സവർണർ മാത്രം തൊഴുന്ന അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുന്ന ഒരു ക്ഷേത്രമായിരുന്നു. അവിടെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരും പ്രവേശിക്കാനുള്ള അവകാശമുണ്ട് എന്നതിന് വേണ്ടി നടന്ന ഒരു സത്യാഗ്രഹമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇതിന് നേതൃത്വം നൽകിയ സംഘടന എന്ന് പറയുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ലെങ്കിൽ കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി ആയിരുന്നു. ശരിക്കും പ്രദേശ് എന്നുള്ള വാക്കിനേക്കാളും കുറച്ചുകൂടി ആപ്റ്റ് എന്ന് പറയുന്നത് പ്രൊവിൻഷ്യൽ ആണ്. കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഈ ഒരു സത്യാഗ്രഹം നടത്തിയത്. അതോടൊപ്പം തന്നെ ഈ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയി പ്രവർത്തിച്ചത് മന്നത്ത് പത്മനാഭനാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ഒക്കെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന മന്നത്ത് പത്മനാഭനായിരുന്നു ഈ ഒരു സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നത്. അതോടൊപ്പം തന്നെ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നത് കേളപ്പനാണ്. കേരള ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന കേളപ്പനാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള നേതാവ് അല്ലെങ്കിൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറയുന്ന ആരാണത്? കേളപ്പനാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു വോളണ്ടിയർ സേനയുടെ തലവൻ എന്ന് പറയുന്ന ആരായിരുന്നു? അത് AK ഗോപാലൻ അല്ലെങ്കിൽ AKG എന്ന ചുരുക്കെഴുത്തിൽ അറിയപ്പെടുന്ന AK ഗോപാലൻ ആയിരുന്നു ഈ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിട്ട് ഇതിൽ പ്രവർത്തിച്ചത്. അതോടൊപ്പം തന്നെ ആദ്യ വളണ്ടിയർ ജാഥ നയിച്ചത് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ അത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. അദ്ദേഹം ഭക്തകവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കവിയാണ് നമ്മുടെ സുബ്രഹ്മണ്യം തിരുമുമ്പ് എന്ന് പറയുന്നത്. അദ്ദേഹം യോഗക്ഷേമ സഭയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരു നമ്പൂതിരി സമുദായത്തിന് വേണ്ടിയിട്ട് അവരുടെ അനാചാരങ്ങളൊക്കെ മാറ്റാനായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു സുബ്രഹ്മണ്യം തിരുമുമ്പ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ക്ഷേത്ര ഭാരവാഹി എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി എന്ന് പറയുന്ന ആരായിരുന്നു? എന്ന് സാമൂതിരി രാജാവായിരുന്നു. സാമൂതിരിയുടെ കീഴിൽ വരുന്ന ഒരു ക്ഷേത്രമായിരുന്നു എന്തെന്ന് പറയുന്നത് ഈ ഒരു ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. സാമൂതിരിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായിരുന്നു. അന്ന് തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ പോലും അത് പഴയ കോഴിക്കോട് അതിന്റെ ഭാഗമായിരുന്നു. കോഴിക്കോട് രാജാവിന്റെ കീഴിലായിരുന്നു അത്. അതോടൊപ്പം തന്നെ മറ്റു വിവരങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രധാന സംഭവങ്ങളും നാഴികക്കല്ലുകളും നോക്കുകയാണെങ്കിൽ 1931 ഒക്ടോബർ 21 സത്യാഗ്രഹത്തിന് മുന്നോടിയായി കണ്ണൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് സുബ്രഹ്മണ്യ തിരുമുമ്പിന്റെ നേതൃത്വത്തിൽ എന്ത് ആരംഭിച്ചു?
വളണ്ടിയർ ജാഥ ആരംഭിച്ചു. ഡേറ്റ് നോക്കണേ, 1931 ഒക്ടോബർ 21 അവിടെ ആദ്യത്തെ വളണ്ടിയർ ജാഥ സുബ്രഹ്മണ്യ തിരുമുമ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ഇനി 1931 നവംബർ 1 ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ സത്യാഗ്രഹം ആരംഭിച്ചു. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ആരംഭിക്കുന്ന എന്നാണ് 1931 നവംബർ 1 അതിന് മുന്നോടിയായിട്ടായിരുന്നു എന്ത് നടന്നത്, ഈ ആദ്യത്തെ വളണ്ടിയർ മാർച്ച് നടന്നത്. ഇനി 1931 ഡിസംബർ 25 ഒരു ക്രിസ്മസ് ദിനമായിരുന്നു. AK ഗോപാലിന് നേരെ കടുത്ത മർദ്ദനമേറ്റു. തുടർന്ന് താൽക്കാലികമായ ക്ഷേത്രം അടച്ചിടേണ്ടി വന്നു. ഇതിന് പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു AKG എന്ന് പറയുന്നത്. ഇതിൽ പങ്കെടുത്തതിന്റെ പേരിൽ AKGക്ക് കൊടിയ മർദ്ദനങ്ങൾ ഇതിലൂടെ നേരിടുകയാണ് ഉണ്ടായത്. ഇനി 1932 സെപ്റ്റംബർ 21 വരികയാണെങ്കിൽ ക്ഷേത്രം തുറക്കണമെന്നാവശ്യപ്പെട്ട് ആര് നിരാഹാരം കിടന്നു? നമ്മുടെ കേളപ്പജി അല്ലെങ്കിൽ കേളപ്പൻ എന്ന് പറയുന്ന കേളപ്പൻ, കേരള ഗാന്ധി എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട നേതാവ് എന്ത് ചെയ്തു? നിരാഹാര സമരം ആരംഭിച്ചു. മരണം വരെ നിരാഹാര സമരം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. 1932 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് എന്ത് ചെയ്തു? കേളപ്പൻ 12 ദിവസത്തെ നിരാഹാര സമരം അവസാനിപ്പിച്ചു. 12 ദിവസത്തെ നിരാഹാര സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗാന്ധിജിയുടെ നിർബന്ധപ്രകാരം കേളപ്പൻ ചെയ്യുന്നത്. അങ്ങനെ 1932 ഡിസംബർ ആയപ്പോഴേക്കും ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ പൊന്നാനി താലൂക്കിൽ പൊതുജന അഭിപ്രായം വോട്ടെടുപ്പ് നടത്തി. അതിൽ 70% പേര് എന്ത് ചെയ്തു? ഈ ഒരു ക്ഷേത്ര പ്രവേശനത്തെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നാട്ടുകാരുടെ മനസ്സ്, ഇവിടെ നാട്ടുകാരൻ ഉദ്ദേശിക്കുന്നത് സവർണരാണ് കേട്ടോ. ഇവിടെ നായന്മാർക്കും നമ്പൂതിരിമാർക്കും അതോടൊപ്പം തന്നെ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്കിടയിൽ ഒരു സർവേ നടത്തി. നിങ്ങൾ ഈ താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ളതിന് അനുമതി കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ സമ്മതമാണോ എന്ന രീതിയിൽ. പക്ഷെ അങ്ങനെ ഇതില് ജനങ്ങൾ തള്ളിക്കളയും അല്ലെങ്കിൽ സവർണരായിട്ടുള്ള ജനങ്ങൾ തള്ളിക്കളയും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ എന്തായില്ല, ആ ഒരു രീതിയിലല്ല അതിന്റെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട് വന്നത്. ഓക്കെ, അങ്ങനെ ആയിരുന്നെങ്കിൽ പോലും ഈ ഒരു അത്രയും പേരുടെ പിന്തുണ ഉണ്ടായെങ്കിൽ പോലും ഈ ഒരു സമരം എന്നുള്ളത് അത്രക്ക് വിജയിച്ച ഒരു സമരമൊന്നും ആയിരുന്നില്ല. പിന്നീട് കുറെ നാളുകൾക്ക് ശേഷമാണ് ഗുരുവായൂർ എല്ലാ ജനവിഭാഗങ്ങളും അവിടേക്ക് വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എന്നുള്ളത്. ഓപ്ഷൻ എ കേളപ്പൻ, ഓപ്ഷൻ ബി കൃഷ്ണപിള്ള, ഓപ്ഷൻ സി AK ഗോപാലൻ, ഓപ്ഷൻ ഡി പത്മനാഭൻ. ചോദ്യം എന്ന് പറയുന്നത് വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എന്നുള്ളതാണ്. വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എന്നുള്ളതാണ്. സോ നമ്മളിപ്പോ കണ്ടേ ഉള്ളൂ. ശരി ഉത്തരം എന്ന് പറയുന്ന ആരാണ്? AK ഗോപാലൻ ആയിരുന്നു ഈ ഒരു വളണ്ടിയർ സേനയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. AK ഗോപാലൻ. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അതോടൊപ്പം തന്നെ P കൃഷ്ണപിള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. ഈ അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി സവർണർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന ആ ഒരു മണിയടിച്ചു അദ്ദേഹം ഒരു സവർണനായിരുന്നെങ്കിൽ പോലും അദ്ദേഹം ഈ ഒരു അവർണർക്ക് വേണ്ടി വാദിച്ചു എന്ന പേരിൽ, മണിയടിച്ചു എന്ന പേരിൽ അദ്ദേഹത്തിനെ കുറെ ആളുകൾ അന്ന് മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, നമുക്കിനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് എന്നാണ് ചോദ്യം. അതായത് ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ അയ്യൻകാളിയുണ്ട്, വൈകുണ്ഠസ്വാമികളുണ്ട്, കുമാരഗുരുദേവനുണ്ട്, ശ്രീനാരായണ ഗുരുവുണ്ട്. ഓക്കെ, ഇത് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ശരി ഉത്തരം എന്ന് പറയുന്ന ആരാണത്? ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു ആണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണെന്ന രീതിയിൽ 1924 ഗുരു ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ ശ്രീനാരായണ ഗുരു, കേരള നവോത്ഥാനത്തിന്റെ പിതാവെന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണ്. അദ്ദേഹം ജനിക്കുന്നത് 1856 ഓഗസ്റ്റ് മാസം 20-ാം തീയതിയാണ് അദ്ദേഹം ജനിക്കുന്നത്. പക്ഷെ കേരള PSCയുടെ കണക്ക് പ്രകാരം 1856 പക്ഷേ SNDP യോഗവും ഒക്കെ ഈ ഒരു ജനന വർഷം എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു തർക്കം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പഠിക്കേണ്ടത് ഇങ്ങനെയാണ്: 1856 ഓഗസ്റ്റ് മാസം 20 നമ്മൾ PSC കൊടുത്തേക്കുന്നത്. മലയാളം മാസം നോക്കുകയാണെങ്കിൽ 1032 ചിങ്ങത്തിലെ ചതയം നക്ഷത്രത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടുപേര് PSCക്ക് വേണമെങ്കിൽ ചോദിക്കാം. വയൽവാരം വീട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. മാടൻ ആശാൻ എന്നായിരുന്നു പിതാവിന്റെ പേര്. കുട്ടിയമ്മ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര്. ഇനി അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് സ്നേഹത്തോടെ എല്ലാവരെയും വിളിച്ചിരുന്ന പേരായിരുന്നു നാണു എന്നുള്ളത്. കാരണം അന്ന് നാരായണൻ എന്നുള്ള പേരൊക്കെ ഒരു സവർണ കുലത്തിൽ പെടാത്ത ആളുകൾ ഇടുന്നത് കോമൺ ആയിരുന്നില്ല. ഇവന് കോമൺ ആയാൽ തന്നെ ഈ ഒരു സവർണർ സമ്മതിക്കില്ല. ഒരു കുട്ടീനെ നാരായണൻ എന്ന് വിളിക്കാനൊന്നും അവർ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ
നാണു എന്ന് പറയുന്ന പേരിലായിരുന്നു കുട്ടിയെ വിളിച്ചിരുന്ന എല്ലാവരും. അദ്ദേഹത്തിന്റെ ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുക്കന്മാരാരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ രാമൻ പിള്ള ആശാൻ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം നൽകി, അദ്ദേഹത്തിന് വിളിച്ചു വരുത്തി ശിക്ഷണം കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു രാമൻ പിള്ള ആശാൻ. അതോടൊപ്പം തന്നെ തൈക്കാട് അയ്യ, ശ്രീനാരായണ ഗുരുവിനെ യോഗ അഭ്യസിച്ച യോഗ ഗുരുവായിരുന്നു തൈക്കാട് അയ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ശ്രീനാരായണ ഗുരു സമാധിയാകുന്ന വർഷം നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ അത് 1928 സെപ്റ്റംബർ മാസം 20-ാം തീയതിയാണ്. നമ്മൾ അതിനെ കന്നി അഞ്ച് എന്ന് വിളിക്കാറുണ്ട്. 1104 കന്നി അഞ്ചിലാണ് ശ്രീനാരായണ ഗുരു മരണപ്പെടുന്നത്. അദ്ദേഹം സമാധി ആകുകയാണ് ചെയ്യുന്നത്. സമാധി എന്ന് പറയുന്നത് ഒരു യോഗിക് പൊസിഷനുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഡെത്ത് ആണ് സമാധി എന്ന് പറയുന്നത്. വർക്കലയിലെ ശിവഗിരി ആശ്രമത്തിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത് അല്ലെങ്കിൽ സമാധി ആകുന്നത്. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ചരിത്രത്തിന്റെ നാഴികക്കല്ലുകൾ നോക്കുകയാണെങ്കിൽ ടൈം ലൈൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ 1888 കേരള ചരിത്രത്തിൽ തന്നെ ഒരു വലിയൊരു വിപ്ലവം അദ്ദേഹം നടത്തുന്നത്. അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുകയാണ് ചെയ്തത്. 1888 അദ്ദേഹം അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുകയാണ് ചെയ്തത്. ഒരു ശിവരാത്രി നാളിൽ നെയ്യാറ്റിൽ നിന്നും എടുത്ത ശില ഗുരു എന്ത് ചെയ്തു? ശിവലിംഗമാണെന്ന പേരിൽ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. ജാതിഭേദം മതദ്വേഷം എന്ന വരികൾ ഇവിടെയാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്? ആലേഖനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു സവർണ മാത്രമായിരുന്നു അന്ന് ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടത്താനും പൂജ ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത്. അവരെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ പ്രതിഷ്ഠിച്ചത് ബ്രാഹ്മണ ശിവനെ അല്ല ഈഴവ ശിവനെയാണെന്ന രീതിയിൽ ഗുരു അന്ന് വലിയൊരു വിപ്ലവമാണ് നടത്തുന്നത്. ഇനി 1903 എന്ന് പറയുന്നത് ഗുരുവായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷമാണ്. അതാണ് എന്ത് സംഭവിക്കുന്നത്? SNDP യോഗം സ്ഥാപിതമാകുന്നത് 1903 SNDP യോഗം സ്ഥാപിതമാകുന്നത്. 1903 മെയ് 15 രൂപീകരിച്ച ഒരു സംഘടനയാണ് SNDP യോഗം എന്നുള്ളത്. ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ മുന്നോട്ട് നയിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് രൂപീകരിച്ച സംഘടനയാണത്. ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ആദ്യ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് മലയാളത്തിലെ മഹാസാഹിത്യകാരനായിട്ടുള്ള കുമാരനാശാനാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു SNDP യോഗത്തിന്റെ ആജീവനാന്ത പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു ആയിരുന്നു. ആദ്യ സ്ഥിരം ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ പൽപ്പു ആയിരുന്നു. അതോടൊപ്പം ആദ്യ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടർ പൽപ്പു ആയിരുന്നു. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ 1904 ഗുരു എന്ത് ചെയ്യുന്നത്? ശിവഗിരി മഠം സ്ഥാപിക്കുന്നത്. 1904 ശിവഗിരി മഠം അദ്ദേഹം സ്ഥാപിക്കുന്നത്. വർക്കലയിൽ ശിവഗിരി മഠം സ്ഥാപിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ സ്ഥിരം താമസ കേന്ദ്രമായിട്ട് ഈ ഒരു ശിവഗിരി മഠം മാറുകയാണ് ചെയ്യുന്നത്. ഈ ശിവഗിരി മഠത്തിൽ 1912 അദ്ദേഹം എന്ത് ചെയ്തു? ശാരദാ പ്രതിഷ്ഠ നടത്തി. ശാരദ എന്ന് പറഞ്ഞ സരസ്വതിയാണ്. ശാരദാ പ്രതിഷ്ഠ നടത്തുകയാണ് ചെയ്തത്. വർക്കലയിൽ ശാരദാ ദേവി അല്ലെങ്കിൽ സരസ്വതിയുടെ പ്രതിഷ്ഠ നടത്തുന്നുണ്ട്. പിന്നെ 1913 അദ്ദേഹം ആലുവയിലുള്ള അദ്വൈത ആശ്രമം സ്ഥാപിക്കുന്നത്. പെരിയാറിന്റെ തീരത്തുള്ള, നമ്മളിപ്പോ ആലുവ ടൗണിലൊക്കെ പോവുകയാണെങ്കിൽ കാണാനായിട്ട് പറ്റും, പെരിയാറിന്റെ തീരത്തുള്ള അദ്വൈത ആശ്രമം സ്ഥാപിക്കുന്നത്. ഇനി 1920 അദ്ദേഹം കാരമുക്ക് പ്രതിഷ്ഠ നടത്തുന്നു. തൃശ്ശൂർ കാരമുക്കിൽ വിളക്ക് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ ദീപം പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. 1920 കാരമുക്കിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? വിളക്ക് പ്രതിഷ്ഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി 1922 അദ്ദേഹം രവീന്ദ്രനാഥ ടാഗോറുമായിട്ട് സംഗമിക്കുകയാണ്. രവീന്ദ്രനാഥ ടാഗോറിനെ അദ്ദേഹം മീറ്റ് ചെയ്യാണ്. രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന കവി ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തിയും ഗുരുദേവൻ എന്ന് പറയപ്പെടുന്ന നമ്മുടെ ശ്രീനാരായണ ഗുരു തമ്മിൽ മീറ്റ് ചെയ്ത ഒരു സംഭവമാണ് ഉണ്ടാകുന്നത്. ടാഗോർ മംഗലാപുരത്ത് വെച്ചും പിന്നീട് ശിവഗിരിയിൽ വെച്ചും ഗുരുവിനെ 2 വട്ടം അങ്ങനെ കാണുന്നുണ്ട്. ഇനി 1924 ഗുരു എന്ത് ചെയ്തു? സർവ്വമത സമ്മേളനം വിളിച്ചു കൂട്ടുന്നുണ്ട്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സർവ്വമത സമ്മേളനത്തിന് ആലുവയിൽ നേതൃത്വം നൽകി. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന സന്ദേശം ഇവിടെ വെച്ചാണ് അത് ഗുരു പറയുന്നത്. ഓക്കെ, ഇനി 1925 മഹാത്മാഗാന്ധി ഗുരുവിനെ വന്ന് സന്ദർശിക്കുകയാണ്. ഗാന്ധി ശിവഗിരിയിലെത്തി ഗുരുവിനെ സന്ദർശിച്ചിട്ടുണ്ട്. അതിന് ഈ ഒരു ഭാഷാന്തരക്കാരനായിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേറ്റർ ആയിട്ടുണ്ടായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് N. കുമാരൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അങ്ങനെ 1927 വരുമ്പോൾ ചേർത്തലയിലുള്ള കളവങ്കോടിൽ അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു. അതായത് ഒരു കളവങ്കോട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ അദ്ദേഹം ഒരു പ്രതിഷ്ഠ നടത്തുന്നുണ്ട്. അവിടെ ഓം ശാന്തി എന്ന പേരിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രതിഷ്ഠ അവിടെ നടത്തുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതിലേക്ക് നോക്കുകയാണെങ്കിൽ ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്ക് നോക്കുകയാണ്. പ്രധാനപ്പെട്ട ലിറ്റററി വർക്ക്സ് നോക്കുകയാണെങ്കിൽ ഗുരു മലയാളം, തമിഴ്, സംസ്കൃതം എന്നീ ഭാഷകളിലെ കൃതികൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? രചിച്ചിട്ടുണ്ട്. മലയാളത്തില് അദ്ദേഹത്തിന്റെ രചനകൾ എന്ന് പറയുന്നത് ആത്മോപദേശ ശതകമാണ്. ഗുരുവിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കൃതിയാണ് ആത്മോപദേശ ശതകം. അതോടൊപ്പം തന്നെ ദൈവദശകം എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുള്ള
മലയാള കൃതിയാണ് ദൈവദശകം എന്ന് പറയുന്നത്. ദൈവമേ കാത്തുകൊള്ളുക കൈവിടാതെങ്ങും ഞങ്ങളെ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ ഗീതമാണ് ഗുരുവിന്റെ. പിന്നെ മറ്റൊന്നാണ് ജാതി മീമാംസ, അനുകമ്പ ദശകം, ജീവകാരുണ്യ പഞ്ചകം. ഇതൊക്കെ ഗുരുവിന്റെ മലയാളത്തിലുള്ള പ്രധാനപ്പെട്ട കൃതികളാണ്. ഗുരുവിന്റെ ആദ്യത്തെ മലയാള കൃതി ഏതാണെന്ന് ചിലപ്പോൾ PSC ചോദിക്കുക, ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ടാണ് കേട്ടോ. PSC ചോദിച്ചിട്ടുണ്ട്. ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. ഇതാണ് ഗുരുവിന്റെ ആദ്യത്തെ കൃതി എന്ന് പറഞ്ഞു, ഗജേന്ദ്ര മോക്ഷ വഞ്ചിപ്പാട്ട്. ഓക്കെ, ഇനി നമുക്ക് ഗുരുവിന്റെ മറ്റു കൃതികൾ നോക്കുകയാണെങ്കിൽ സംസ്കൃതത്തിലെ പ്രധാനപ്പെട്ട ചില കൃതികൾ നോക്കുകയാണെങ്കിൽ ഒന്നെന്ന് പറയുന്നത് ദർശനമാല, ജാതി ലക്ഷണം, ജനനി നവരത്ന മഞ്ചരി, നിർവൃതി പഞ്ചകം. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സംസ്കൃത കൃതികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അദ്ദേഹം മലയാളത്തിലും സംസ്കൃതത്തിലും കൂടാണ്ട് തമിഴിലും അദ്ദേഹം കൃതികൾ രചിച്ചിട്ടുണ്ട്. തമിഴിലെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് തേവാരപ്പതികം. എന്താണ് തേവാരപ്പതികം എന്ന് പറയുന്ന ഒരു കൃതി കൂടി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, തമിഴിൽ ലഭിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, സംസ്കൃതം എന്നീ 3 ഭാഷകളിലും പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്. PSC ചോദിച്ചിട്ടുള്ള ഒരു LGS നിലവാരത്തിൽ ചോദിച്ചിട്ടുള്ള പരീക്ഷയാണ്. എന്ന് പറയുന്ന ആരാണത്? ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവാണ് അരുവിപ്പുറ പ്രതിഷ്ഠ നടത്തുന്നത്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് നോക്കാം. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഏത് പ്രസ്താവനയാണ് താഴെ പറയുന്നതിൽ ബന്ധമില്ലാത്ത? 4 ഓപ്ഷൻസ് ഉണ്ട്. ABCD എന്ന് പറയുന്നത് വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനും എന്ന പ്രഖ്യാപനം എന്നുള്ളത് നടത്തുന്ന ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. സോ ഇറ്റ് ഈസ് കറക്റ്റ്. ഇനി നമുക്ക് ബിയിലേക്ക് നോക്കാം. A എന്നുള്ളത് കറക്റ്റ് ആണ്. ബി നോക്കുകയാണെങ്കിൽ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. ഇതും ഗുരു പറഞ്ഞ ഒരു വാക്യമാണ്. ഇനി നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കാനുള്ള അവകാശം നേടിക്കൊടുത്തു. മനുഷ്യ സ്നേഹത്തിലും സർവ്വമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ എന്നുള്ളത് ശ്രീനാരായണ ഗുരുവിന്റെ കൺസെപ്റ്റ് ആണ്. ഈ മേൽമുണ്ടും ജാക്കറ്റും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു അതിനുവേണ്ടി വാദിച്ചിട്ടുണ്ട്. പക്ഷെ കൂടുതലും ഇന്റൻസ് ആയിട്ട് വാദിച്ചിട്ടുള്ള, അതിനുവേണ്ടി ഇന്റൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ വേറെയുണ്ട്. സോ നമുക്കിത് ഈ ഒരു C എന്നുള്ളത് പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. സോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? C എന്നുള്ളത് അവിടെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ C ഈസ് ദി റോങ് ആൻസർ. ചോദിച്ചേക്കുന്നത് എന്താണ്? ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് നോക്കാം. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെത് അല്ലാത്ത കൃതി ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കിവിടെ ദൈവദശകമുണ്ട്, വേദാധികാര നിരൂപണമുണ്ട്, നവമഞ്ചരി ഉണ്ട്, ദർശനമാലയുണ്ട്. സോ ഈ പറയുന്നവര് വേദാധികാര നിരൂപണം എന്നുള്ളത് ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയല്ല. വേദാധികാര നിരൂപണം എന്നുള്ള ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയല്ല. അദ്ദേഹം അത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണെന്ന് പറയുന്നത് വേദാധികാര നിരൂപണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണെന്ന്? അരുൾനൂല്, ആദിഭാഷ, വേദാധികാര നിരൂപണം, നവമഞ്ചരി. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിലും കണ്ടു, നവമഞ്ചരി ആണ് ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത്. അരുൾനൂലും ആദിഭാഷയും വേദാധികാര നിരൂപണം ഒക്കെ മറ്റുള്ളവരുടെയാണ്. ആദിഭാഷയും വേദാധികാര നിരൂപണം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമിയുടെയാണ്. അരുൾനൂൽ എന്ന് പറയുന്നത് അയ്യ വൈകുണ്ഠ അല്ലെങ്കിൽ വൈകുണ്ഠ സ്വാമികളുടെയാണ് അരുൾനൂൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ഇതെല്ലാം PSC മുൻ വർഷങ്ങളിൽ LGS നിലവാരത്തിലുള്ള പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. ചുവടെ പറയുന്നതിൽ ശരിയായ ജോഡി ഏതാണ്? ശ്രീനാരായണ ഗുരു പ്രാചീന മലയാളം അല്ല. പ്രാചീന മലയാളം എന്നുള്ളത് ചട്ടമ്പി സ്വാമികളുടെ കൃതി ആണ്. സോ ഇതെന്താണ്? തെറ്റാണ്. ഇനി എന്താ പറയുന്നത്? ചട്ടമ്പി സ്വാമികൾ അഖിലത്തിരുട്ട് എഴുതുന്നത് അയ്യ വൈകുണ്ഠരാണ് അല്ലെങ്കിൽ വൈകുണ്ഠ സ്വാമികളാണ്. സോ ഇതും തെറ്റാണ്. വൈകുണ്ഠ സ്വാമികൾ ദർശനമാല, ഇതും തെറ്റായിട്ടുള്ള കാര്യമാണ്. ദർശനമാല എഴുതുന്നത് ശ്രീനാരായണ ഗുരുവാണ്. പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി, ഇത് കറക്റ്റാണ്. ജാതിക്കുമ്മി എന്ന് പറയുന്ന കൃതി എഴുതുന്ന ആരാണ്? നമ്മുടെ പണ്ഡിറ്റ് കറുപ്പനാണ് ജാതിക്കുമ്മി എഴുതുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് സവർണ ജാഥ നടത്തിയത് ആരാണെന്ന്? ഓപ്ഷൻ A TK മാധവൻ, ഓപ്ഷൻ B മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ C KK എളപ്പൻ, ഓപ്ഷൻ D AK ഗോപാലൻ. വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം പോലെയല്ല, ഒരു ഡിഫറൻസ് ഉണ്ട്. വൈക്കം സത്യാഗ്രഹം എന്നുള്ളത് വഴി നടക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റും മതിൽക്കെട്ടിന് പുറത്തുകൂടെ നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അതേസമയം ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് ദർശനം നടത്താൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനുബന്ധിച്ച്
സവർണ ജാഥ നടത്തിയത് ആരാണെന്നാണ് ചോദ്യം. ശരി ഉത്തരം എന്ന് പറയുന്ന ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. സവർണര് ഇതിന് സപ്പോർട്ടീവ് ആണ്. ഇങ്ങനെ ഒരു കാര്യം നടത്തുന്നതിന് സവർണർക്ക് പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ല. ഈ ഒരു കാര്യത്തിന് എല്ലാ വിഭാഗക്കാർക്കും വഴി നടക്കാനുള്ളത് അവരുടെ റൈറ്റ് ആണെന്ന രീതിയിൽ പറഞ്ഞതാണ് മന്നത്ത് പത്മനാഭൻ. ഓക്കെ, ഇനി ഈ ഒരു എന്താ പറയാ മന്നത്ത് പത്മനാഭനുമായിട്ട് ബന്ധപ്പെട്ട ചില ഫാക്ട്സ് നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. അദ്ദേഹം ജനിക്കുന്നത് 1878 ജനുവരി മാസം 2-ാം തീയതിയാണ് മന്നത്ത് പത്മനാഭൻ ജനിക്കുന്നത്. ചങ്ങനാശ്ശേരിയിലുള്ള പെരുന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ജനുവരി 2 എന്നുള്ളതൊരു അവധി ദിവസം കൂടിയാണ്. അദ്ദേഹം മരിക്കുന്നത് 1970 ഫെബ്രുവരി മാസം 25-ാം തീയതിയാണ്. 92ാമത്തെ വയസ്സിലാണ് മന്നത്ത് പത്മനാഭൻ മരിക്കുന്നത്. അദ്ദേഹം വഹിച്ച പ്രധാന പദവി എന്ന് പറയുന്നത് NSSന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്നു. NSS എന്ന് പറയുന്ന നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന സംഘടന അദ്ദേഹമാണ് സ്ഥാപിക്കുന്നത്. ഈ NSS എന്നാണ് സ്ഥാപിക്കുന്നത് നോക്കുകയാണെങ്കിൽ 1914 ഒക്ടോബർ മാസം 31-നാണ് NSS സ്ഥാപിക്കുന്നത്. ഇതിന്റെ ആദ്യത്തെ പേരെന്ന് പറയുന്നത് നായർ വ്രതജന സംഘം എന്നായിരുന്നു ഇതിന്റെ ആദ്യത്തെ പേരെന്ന് പറയുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ സ്ഥാപിതമായ സംഘടനയാണ് NSS എന്ന് പറയുന്നത്. ഇദ്ദേഹം നേതൃത്വം നൽകിയ സമരങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നെന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹമായിരുന്നു. 1924 വൈക്കം സത്യാഗ്രഹമായിരുന്നു. അതോടൊപ്പം തന്നെ 1931 ഗുരുവായൂർ സത്യാഗ്രഹവും 1959 കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരായിട്ടുള്ള വിമോചന സമരമൊക്കെയാണ് അദ്ദേഹം നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട സമരങ്ങൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാന സത്യാഗ്രഹ യാത്ര ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ അത് വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തിയ സവർണ ജാഥയായിരുന്നു. എവിടം തൊട്ട് എവിടം വരെയാണെന്ന് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തേക്കായിരുന്നു. വൈക്കം സത്യാഗ്രഹ വേദിയിൽ നിന്ന് തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരം വരെ നടത്തിയ യാത്രയായിരുന്നു ഈ ഒരു സവർണ ജാഥ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പദവികൾ നോക്കുകയാണെങ്കിൽ ട്രാവങ്കൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ടും പ്രവർത്തിച്ച ആരാണ്? ഈ ഒരു മന്നത്ത് പത്മനാഭനാണ്. ഈ ഒരു ട്രാവങ്കൂർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് ചോദിക്കുകയാണെങ്കിൽ അതും ആരായിരുന്നു? മന്നത്ത് പത്മനാഭനായിരുന്നു. അദ്ദേഹത്തിന് ലഭിച്ച ബഹുമതികൾ എന്ന് പറയുന്നത് ഭാരത കേസരി എന്ന് പറയുന്ന പദവി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രപതി സമ്മാനിച്ചാണ്. അതോടൊപ്പം തന്നെ 1966 പത്മഭൂഷൺ അവാർഡ് നമ്മുടെ മന്നത്ത് പത്മനാഭന് ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്നത് ജീവിത സ്മരണകളാണ്. ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിച്ചിട്ടുണ്ട്. ജീവിത സ്മരണകൾ എന്നുള്ള ആത്മകഥ എന്നുള്ളത് ആരുടെയാണ്? മന്നത്ത് പത്മനാഭന്റെയാണ്. അദ്ദേഹത്തിന്റെ ഒരു യാത്രാ വിവരണമുണ്ട്. അതിന്റെ പേരാണ് ഞങ്ങളുടെ FMS യാത്ര. ഞങ്ങളുടെ FMS യാത്ര എന്ന് പറയുന്ന ഒരു കപ്പലിലൂടെ അദ്ദേഹത്തിന്റെ യാത്രാ വിവരണമാണ് എന്ന് പറയുന്നത് ഞങ്ങളുടെ FMS യാത്ര എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്ന ആരായിരുന്നു? ഓപ്ഷൻ എ TK മാധവൻ, ഓപ്ഷൻ ബി AK ഗോപാലൻ, ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ ഡി P കൃഷ്ണപിള്ള. ഈ താഴെ നൽകിയിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ഈ നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് TK മാധവനാണ്. TK മാധവനായിരുന്നു ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ നെടുംതൂൺ എന്ന് പറയുന്നത്. മന്നത്ത് പത്മനാഭനൊക്കെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിലും പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് ആരായിരുന്നു? TK മാധവൻ ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹം പഠിച്ച പോലെ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രമുണ്ട്. ഈ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതു വഴികളിലൂടെ കിഴക്കേ നടയും പടിഞ്ഞാറേ നടയും തെക്കേ നടയും വടക്കേ നടയൊക്കെയുള്ള ഒരു ഏരിയ ആണ് ഈ അമ്പലം എന്ന് പറയുന്നത്. അവിടെ സഞ്ചരിക്കാൻ പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഉണ്ടായിരുന്ന വിലക്ക് മാറ്റുക എന്നതായിരുന്നു സമരത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം പോലെ ക്ഷേത്ര ദർശനമായിരുന്നില്ല ഇവിടെ എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നു? ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ നടക്കാനുള്ള മനുഷ്യന്റെ ബേസിക് റൈറ്റ് നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു. കേരളത്തിൽ ഐത്തത്തിനും ജാതി വിവേചനത്തിനുമെതിരെ സംഘടിപ്പിക്കപ്പെട്ട ആദ്യത്തെ ആസൂത്രിത സമരമായിരുന്നു എന്തെന്ന് പറയുന്നത് ഈ ഒരു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇത്രയേറെ പ്രാധാന്യം നേടിയ ആദ്യത്തെ സംഭവമായിരുന്നു ഈ ഒരു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്, അയിത്തോച്ചാടനത്തിനെതിരായിട്ടുള്ള. ഓക്കെ, ഇനി മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സമരം ആകെ 603 ദിവസങ്ങളായിരുന്നു 603 ദിവസങ്ങളായിരുന്നു ഈ ഒരു വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നിരുന്നത്. അതോടൊപ്പം 1924 മാർച്ച് 30 ആരംഭിച്ച് 1925 നവംബർ 23 ഈ ഒരു സമരം അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഡേറ്റ് പഠിച്ചോളൂ. 1924 മാർച്ച് 30 മുതൽ പിന്നെ 1925 നവംബർ 23. സോ ഈ ഒരു സ്പാനിലായിരുന്നു എന്ത് നടന്നത്? വൈക്കം സത്യാഗ്രഹം നടന്നത്. ഓക്കെ,
ഇതിന്റെ 100ാം വാർഷികമൊക്കെ ഈ കഴിഞ്ഞിടക്കാണ് സെലിബ്രേറ്റ് ചെയ്തത്. അന്ന് കേരള മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള MK സ്റ്റാലിനൊക്കെ വന്ന് വാർത്തകളിലൊക്കെ വളരെയേറെ ശ്രദ്ധ നേടിയ ഒരു സംഭവമായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്ന ആരായിരുന്നു? TK മാധവനായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു നമ്മുടെ TK മാധവൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഗാന്ധിജിയെ കണ്ടൊക്കെ ഈ ഒരു സംഭവത്തിന്റെ ഗൗരവാവസ്ഥ പറഞ്ഞ ഒരു വ്യക്തിയാണ്. 1921 ഗാന്ധിജിയെ കണ്ട് കേരളത്തിലെ ഐക്യത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തിയത് നമ്മുടെ ഈ ഒരു TK മാധവനാണ്. 1924 ഇമ്പോർട്ടന്റ് ആണ്. 1923 കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിൽ ഐത്തോച്ചാടനം കോൺഗ്രസിന്റെ ഔദ്യോഗിക അജണ്ടയായി മാറ്റിയതും ഇദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലങ്ങൾ കൊണ്ടാണ്. സോ അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. കേരള ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു TK മാധവൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഐത്തോച്ചാടന കമ്മിറ്റി ഉണ്ട്. KPCCയുടെ കീഴിൽ രൂപീകരിച്ച ഈ കമ്മിറ്റിയാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. KPCCയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു ഐത്തോച്ചാടന കമ്മിറ്റി ഉണ്ട്. അവരാണ് ഇതിന് നേതൃത്വം നൽകിയത്. KP കേശവമേനോൻ പ്രസിഡന്റും K കേളപ്പൻ സെക്രട്ടറിയും ആയിരുന്നു. ഇവരൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഇവരുടെയൊക്കെ മുകളിലുള്ള ആളായിരുന്നു പറയുന്നത് TK മാധവൻ എന്ന് പറയുന്നത്. ഇതിന്റെ ആദ്യത്തെ സത്യാഗ്രഹികൾ ആരെന്ന് നോക്കുകയാണെങ്കിൽ സമരത്തിന്റെ ആദ്യ ദിനമായ 1900 മാർച്ച് 30 കുഞ്ഞാപ്പി എന്ന് പറയുന്നത് പുലയ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ബാഹുലേയൻ എന്ന് പറയുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. അതോടൊപ്പം തന്നെ വെണ്ണിയിൽ ഗോവിന്ദ പണിക്കർ നായർ സമുദായത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. ഇവര് ഒന്നിച്ചു നടന്ന് അറസ്റ്റ് വരിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ വൈക്കം ക്ഷേത്രത്തിൽ ഉള്ള വഴിയിൽ ഒരു തീണ്ടപ്പലക എന്ന് പറയുന്ന ഒരു പലകയുണ്ട്, ഒരു ബോർഡുണ്ട്. ഈ വഴിക്ക് ശേഷം അങ്ങോട്ട് ഇന്ന ജാതിക്കാരൊന്നും പ്രവേശിക്കരുതെന്നുള്ളത്. ഇവര് 3 പേരും ഈ തീണ്ടൽ പലക എടുത്ത് പറിച്ചു കളയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ വൈക്കത്ത് പോവുകയാണെങ്കിൽ വൈക്കം സത്യാഗ്രഹം മെമ്മോറിയൽ ഉണ്ട്. അവിടെ ഈ തീണ്ടൽ പലകയുടെ ഒരു സ്റ്റാച്ചു അല്ലെങ്കിൽ പ്രതിമ വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള പ്രതിമയാണ്. അവിടെ കുഞ്ഞാപ്പിയും ബാഹുലേയനും ഗോവിന്ദ പണിക്കരെയും നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഈ ഒരു ആദ്യ സത്യാഗ്രഹികൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെയും പിന്തുണയും ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരു ഇതിനോട് പൂർണ്ണമായിട്ടും ഐക്യപ്പെട്ട് ഈ ഒരു സത്യാഗ്രഹ പന്തലിൽ വന്ന വ്യക്തിയായിരുന്നു നമ്മുടെ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. വൈക്കത്തെ തന്റെ വെള്ളൂർ മഠം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആശ്രമം ഉണ്ടായിരുന്നു. ഈ ഒരു സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. സത്യാഗ്രഹികൾക്കായി വിട്ടു നൽകുകയും സമര ഫണ്ടിലേക്ക് വലിയൊരു സംഭാവന നൽകുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം അദ്ദേഹം സ്വയം സത്യാഗ്രഹ പന്തൽ സന്ദർശിച്ചിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികൾ സമരത്തിന് അനുകൂലമായ നിലപാടാണ് ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത്. ശ്രീനാരായണ ഗുരു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ളത്. ഓക്കെ, ഇനി ദേശീയ നേതാക്കളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സത്യാഗ്രഹം ഇവിടെ ലോക്കൽ ലെവലിലാണ് തുടങ്ങിയെങ്കിലും അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധിക്കപ്പെടും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ ഇത് നേതൃത്വം ഏറ്റെടുത്ത ഒരു സത്യാഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ തന്നെ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈവൻ UPSCക്ക് വരെ നമ്മൾ വൈക്കം സത്യാഗ്രഹം പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അഖിലേന്ത്യാ നേതാവായിരുന്നു പെരിയാർ EV രാമസ്വാമി എന്ന് പറയുന്നത്. തന്തൈ പെരിയാർ എന്ന് സ്നേഹത്തോടെ തമിഴ് വിളിക്കുന്ന ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന EV രാമസ്വാമി നായ്ക്കർ. അദ്ദേഹം ദ്രാവിഡ പ്രസ്ഥാനങ്ങളല്ല, കോൺഗ്രസ് മെമ്പർ ആയിരുന്നു. അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരാളാണ്. തമിഴ്നാട്ടിൽ നിന്ന് സമരത്തിനെത്തുകയും 2 തവണ കഠിന തടവിന് ഇരയാകുകയും ചെയ്ത വ്യക്തിയായിരുന്നു EV രാമസ്വാമി എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ തിരുവിതാംകൂർ പോലീസ് പിടിച്ചു. തിരുവിതാംകൂറിന്റെ ഏറ്റവും വടക്കേറ്റമായുള്ള അരൂക്കുറ്റി ഒരു ജയിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് അദ്ദേഹത്തിനെ പാർപ്പിക്കുന്നത്. സമരത്തെ തളരാതെ മുന്നോട്ട് നയിച്ചതിന് അദ്ദേഹം വൈക്കം ഹീറോ അല്ലെങ്കിൽ വൈക്കം വീരൻ എന്ന് പിന്നീട് അറിയപ്പെട്ടു. അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ വൈക്കം വീരൻ എന്ന് വിളിക്കുന്ന ആരാണെന്ന് ചോദിക്കുന്നത് നമ്മുടെ EV രാമസ്വാമി നായ്ക്കരാണ്. ഓക്കെ, ഇനി മഹാത്മാഗാന്ധിയും അതോടൊപ്പം തന്നെ ഈ ഒരു EV രാമസ്വാമി ഇപ്പൊ ഇതുമായിട്ട് സന്ധി ചെയ്ത ഒരു അഖിലേന്ത്യാ നേതാവായിരുന്നു. 1925 മാർച്ചിൽ ഗാന്ധിജി വൈക്കം സന്ദർശിച്ചിട്ടുണ്ട്. പോലീസ് കമ്മീഷണർ WH പീറ്റ്, യാഥാസ്ഥിക ബ്രാഹ്മണ നേതാവായ ഇണ്ടന്തുരത്തി നമ്പൂതിരി, റാണി സേതു ലക്ഷ്മിബായി എന്നിവരുമായി ചർച്ചകൾ നടത്തി ഒത്തുതീർപ്പിന് അദ്ദേഹം ശ്രമം നടത്തുകയാണ് ചെയ്തത്. അന്ന് അദ്ദേഹം ഒരു വൈശ്യ കുലത്തിൽപ്പെട്ട അദ്ദേഹം ഇണ്ടന്തുരത്തി നമ്പൂതിരിനെ കാണാനായിട്ട് പോയി. ഇണ്ടന്തുരത്തി മനയിൽ പോയി. അന്ന് അദ്ദേഹത്തിനെ പുറത്തിരുത്തിയാണ് ട്രീറ്റ് ചെയ്തത്. അതൊക്കെ വളരെ ഒരു കൗതുകപരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പിന്നീട് ആ ഇണ്ടന്തുരത്തി മന ഒരു ചെത്ത് തൊഴിലാളി ഓഫീസൊക്കെ ആയിട്ട് മാറിയ ഒരു കൗതുകപരമായിട്ടുള്ള ഒരു കഥകളൊക്കെ ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധിയുടെ ഒപ്പം തന്നെ അകാലികൾ, പഞ്ചാബിൽ നിന്നുള്ള അകാലികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം. അകാലികൾ എന്ന് പറയുന്നത് സിഖ്
സിഖ് മതത്തിൽപ്പെട്ട ചില സാമൂഹ്യ പ്രവർത്തകരായിരുന്നു അകാലികൾ എന്ന് പറയുന്നത്. പഞ്ചാബിൽ നിന്നുള്ള അകാലി സിഖ് വംശജർ വൈക്കത്തെത്തി സത്യാഗ്രഹികൾക്കായി ലങ്കർ അല്ലെങ്കിൽ സൗജന്യ പൊതു അടുക്കള അവിടെ ക്രിയേറ്റ് ചെയ്തായിരുന്നു. അവിടെ ലങ്കർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ആയിരുന്നു. സൗജന്യമായിട്ട് ആൾക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പോൾ ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു സൗജന്യ ഭക്ഷണം ഒരുക്കാനായിട്ട് പഞ്ചാബിൽ നിന്ന് ലങ്കർ വന്നായിരുന്നു. എന്നാൽ ഇത് ഹിന്ദുമതത്തിനുള്ളിലെ ആഭ്യന്തര പരിഷ്കരണമായിരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ഗാന്ധിജി പിന്നെ ഇവരെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ഇതിന്റെ ഭാഗമായിട്ട് ഈ കുറെ ഈഴവ സമുദായത്തിൽപ്പെട്ട കുറെ ആളുകൾക്ക് അന്ന് മതം മാറിയിട്ടുണ്ടായിരുന്നു. സിഖ് മതത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. കുറെ ആളുകളുടെ പേരൊക്കെ സിംഗ് എന്നൊക്കെ ചെയ്തിട്ടായിരുന്നു. പിന്നീട് ഈ ഒരു വൈക്കം സത്യാഗ്രഹം കഴിഞ്ഞപ്പോൾ ഒരു വീണ്ടും പഴയ ഹിന്ദു മതത്തിലേക്ക് മടങ്ങിയൊക്കെ ചെയ്ത ഒരു കൗതുകകരമായിട്ടുള്ള സംഭവങ്ങളും ഇതിലുണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി അങ്ങനെയാണ് 1924 നവംബറിൽ എന്ത് നടക്കുന്നത്? സവർണ ജാഥ നടക്കുന്നത്. പിന്നോക്ക ജാതിക്കാരുടെ അവകാശങ്ങൾക്ക് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണർ നടത്തിയ ഐക്യദാർഢ്യ മാർച്ചായിരുന്നു ഈ ഒരു സവർണ ജാഥ എന്ന് പറയുന്നത്. വൈക്കത്ത് നിന്നും തിരുവനന്തപുരം നമുക്ക് കവടിയാർ കൊട്ടാരം വരെ നടന്ന ജാഥയുടെ ഒടുവിൽ രാജപ്രതിനിധി റാണി സേതുലക്ഷ്മി ബായിക്ക് 100,000 പേർ ഒപ്പിട്ട ഒരു നിവേദനം സമർപ്പിക്കേണ്ടായത്. ഈ സമയം നാഗർകോവിലിൽ നിന്ന് ഡോക്ടർ ME നായിഡുവിന്റെ നേതൃത്വത്തിൽ തെക്കൻ ജാതിയും തിരുവനന്തപുരത്തേക്ക് കടന്നു. അതായത് ഇതൊരു ടൈമിൽ തന്നെയാണ് ME നായിഡു എന്ന് പറയുന്ന വ്യക്തി ശുചീന്ദ്രം ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ജാഥ നടത്തുന്നത്. തിരുവനന്തപുരത്തേക്ക് ജാഥ രണ്ടും പാരലി നടന്ന ഒരു സംഭവമായിരുന്നു. അത് ശുചീന്ദ്രൻ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. എന്നാലും ഈ ഒരു ടൈമിലാണ് അത് നടക്കുന്നത്. ഓക്കെ, ഇനി മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ജോർജ് ജോസഫ്, K കുമാരൻ, CV കുഞ്ഞിരാമൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, TR കൃഷ്ണസ്വാമി അയ്യർ എന്നിവരാണ് സമരരംഗത്തുണ്ടായിരുന്ന മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാരെന്ന് പറയുന്നത്. ഈ ഒരു സമരത്തിന്റെ കൺക്ലൂഷൻ അല്ലെങ്കിൽ അന്തിമ ഫലം നോക്കുകയാണെങ്കിൽ ഒരു ഒത്തുതീർപ്പ് എന്ന നിലയിൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കിഴക്കേ നട ഒഴികെയുള്ള ബാക്കി 3 വഴികളും എന്ത് ചെയ്തു? പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തു. തെക്ക്, വടക്ക്, പടിഞ്ഞാറ് എന്നീ ജാതിക്കാർക്കുമായിട്ട് തുറന്നു കൊടുത്തു. ഇത് പൂർണ്ണ വിജയമല്ലായിരുന്നെങ്കിലും പിന്നീട് എന്ത് ചെയ്തു? ഒരു വലിയൊരു സംഭവം തന്നെയായിരുന്നു. പിൽക്കാലത്ത് 1936 ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ഇത് ശക്തമായിട്ടുള്ള അടിത്തറയാണ് ഉണ്ടാക്കിയത്. ഓക്കെ, നമുക്കൊരു ചോദ്യം നോക്കാം. ചോദ്യം എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ്. ശരിയായതാണ്, തെറ്റായതല്ല. ഒന്നാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. സവർണ ജാഥ ഇതിനനുബന്ധിച്ച് നടന്ന ഒന്നാണ്. ശരിയല്ലേ? സവർണ ജാഥ എന്നുള്ളത് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇനി EV രാമസ്വാമി നായ്ക്കര വൈക്കം സത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതും എന്താണ്? ശരിയായിട്ടുള്ള ഒന്നാണ്. ഇനി അടുത്തത് സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ഇതെന്താണ്? ഇതും പൂർണ്ണമായിട്ടും ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ സേതു ലക്ഷ്മിബായി ആയിരുന്നു ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഭരണാധികാരി. തുടങ്ങുന്ന ടൈമിൽ ശ്രീമൂലം തിരുനാളായിരുന്നു. പക്ഷെ അതിനുശേഷം അദ്ദേഹം മരിക്കുകയും അദ്ദേഹത്തിന്റെ മരുമകളായിരുന്ന നമ്മുടെ സേതു ലക്ഷ്മിബായി ആണ് പിന്നീട് ഭരണാധികാരി ആവുന്നത്. അടുത്തത് ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. ഇതാണ് എല്ലാവരെയും കുഴയ്ക്കാനായിട്ട് പോകുന്നത്. നമ്മൾ പ്രഥമ ദൃഷ്ടിയാ നോക്കുകയാണെങ്കിൽ ശരിയാണെന്ന് തോന്നുന്നു. കാരണം ക്ഷേത്രപ്രവേശനമൊക്കെ ഇതിൽ ഉണ്ടെന്നൊക്കെ തോന്നുന്നു. പക്ഷെ ഇത് ക്ഷേത്രത്തിന് പുറത്തുകൂടിയുള്ള വഴിയിലൂടെ നടക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഒരിക്കലും ക്ഷേത്രത്തിനുള്ളിൽ കയറി തൊഴാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നില്ല. സോ ഇതെന്താണ്? എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത് 1, 2, 3 മാത്രമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നോക്കുകയാണെങ്കിൽ ക്ഷേത്രപ്രവേശനം ആയിരുന്നു. പക്ഷെ വൈക്കം സത്യാഗ്രഹം എന്നുള്ളത് അമ്പലത്തിന് ചുറ്റുകൂടി നടക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ. ഓക്കെ, നമുക്കിനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമല്ല, മറ്റൊരു ചോദ്യമാണ്. ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ്? ബാരിസ്റ്റർ GP പിള്ള എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ മെൻഷൻ ചെയ്തേക്കുന്ന ഒരേ ഒരു മലയാളിയാണ്. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവായിട്ട് വിളിക്കുന്ന ഒരു വ്യക്തിയാണ് GP പിള്ള അല്ലെങ്കിൽ ഗോവിന്ദൻ പരമേശ്വരൻ പിള്ള എന്നത്. സോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണെന്ന ചോദ്യം. ഓപ്ഷൻ A ഈഴവ മെമ്മോറിയൽ, ഓപ്ഷൻ B നിവർത്തന പ്രക്ഷോഭം, ഓപ്ഷൻ C ഗുരുവായൂർ സത്യാഗ്രഹം, ഓപ്ഷൻ D മലയാളി മെമ്മോറിയൽ. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് മലയാളി മെമ്മോറിയൽ ആണ്. അതായത് തിരുവിതാംകൂറുകാർക്ക് എന്നുള്ള മുദ്രാവാക്യവുമായി നടന്ന ഒരു പ്രക്ഷോഭമായിരുന്നു മലയാളി മെമ്മോറിയൽ. അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയ ഒരു ഭീമ ഹർജിയായിരുന്നു മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. എന്താണ് നോക്കുകയാണെങ്കിൽ മലയാളി മെമ്മോറിയൽ എന്നാണ് സമർപ്പിച്ചത് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ്. 1891 ജനുവരി മാസം 1-ാം തീയതിയാണ് എന്ത് നടന്നത്? ഈ ഒരു മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ഇത് സ്വീകരിച്ച മഹാരാജാവ് ആരാണ് നോക്കുകയാണെങ്കിൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവായിരുന്നു മലയാളി മെമ്മോറിയൽ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഒപ്പുവെച്ച ആളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 10,028 പേരാണ് ഈ ഒരു ഒപ്പുവെച്ചത്. അതിൽ നായന്മാരുണ്ടായിരുന്നു, ഈഴവരുണ്ടായിരുന്നു, ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു, സിറിയൻ ക്രിസ്ത്യൻസും ലാറ്റിൻ ക്രിസ്ത്യൻസും ഉണ്ടായിരുന്നു,
ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ടായിരുന്ന ചില നമ്പൂതിരിമാർ തുടങ്ങിയ എന്തിനുണ്ട് ഈ ഒരു മലയാളി മെമ്മോറിയൽ ഒപ്പുവെച്ചു. ഇതിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ബാരിസ്റ്റർ GP പിള്ള, KP ശങ്കരമേനോൻ, CV രാമൻ പിള്ള, ഡോക്ടർ പൽപ്പു, ശ്രീകൃഷ്ണപിള്ള, കാവാലം നീലകണ്ഠപിള്ള ഇവരൊക്കെയാണ് ഇതിൽ നേതൃത്വം കൊടുത്തത്. ഇനി എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ മലയാള മെമ്മോറിയൽ നോക്കുകയാണെങ്കിൽ പണ്ട് തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിലെല്ലാം പരദേശി ബ്രാഹ്മണരായിരുന്നു. തമിഴ് ബ്രാഹ്മണരും ഗൗഡ സരസ്വത ബ്രാഹ്മണരും അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യൻ ബ്രാഹ്മണന്മാരായിരുന്നു തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ പ്രധാനപ്പെട്ട ഗവൺമെന്റ് ജോബുകളിൽ ഓക്യുപ്പൈ ചെയ്തിരുന്നത്. സോ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് അത് ഭയങ്കര അനീതിയായിട്ട് തോന്നി. കാരണം എന്ന് വെച്ചാൽ അവര് സ്വന്തം നാട്ടിലെ മലയാളം സംസാരിക്കുന്ന ആളുകളെ മാറ്റി നിർത്തിയിട്ട് പരദേശികളായിട്ടുള്ളവർക്ക് ജോലി കൊടുക്കുകയായിരുന്നു. ഇതിനെതിരെ നടന്ന ഒരു മെമ്മോറിയൽ അല്ലെങ്കിൽ മെമ്മോറാണ്ടം ആയിരുന്നു എന്തെന്ന് പറയുന്നത് ഈ ഒരു മലയാള മെമ്മോറിയൽ എന്ന് പറയുന്നത്. അന്ന് എല്ലാ വിഭാഗങ്ങളിലും പെട്ട നമ്പൂതിരി ആയാലും നായരായാലും ഈഴവനായാലും ക്രിസ്ത്യനായാലും എല്ലാവരും ചെന്ന് കേട്ടു ഇനി തൊട്ട് ഗവൺമെന്റ് ജോലികളിൽ മലയാളികൾക്ക് സംവരണം വേണം അല്ലെങ്കിൽ മലയാളികൾക്ക് റെപ്രസെന്റേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ മഹാരാജാവിന് നൽകിയ ഒരു ഭീമ ഹർജിയായിരുന്നു. 10,028 പേര് നൽകിയ ഹർജിയായിരുന്നു എന്ന് പറയുന്നത് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ആദ്യമായിട്ട് ഈ ഒരു മലയാളി മെമ്മോറിയൽ ഒപ്പുവെച്ച വ്യക്തി എന്ന് പറയുന്നത് KP ശങ്കരമേനോനായിരുന്നു. KP ശങ്കരമേനോനാണ് ആദ്യമായിട്ട് ഇതിൽ ഒപ്പുവെച്ചത്. രണ്ടാമത് GP പിള്ളൈ, മൂന്നാമത് ഡോക്ടർ പൽപ്പു ആയിരുന്നു. ആദ്യം ഒപ്പുവെച്ചത് ആരാണ്? KP ശങ്കരമേനോനാണ്. രണ്ടാമത് ഒപ്പുവെച്ചത് GP പിള്ളയും, മൂന്നാമത് ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു ആയിരുന്നു. അപ്പൊ ഇവരാണ് ഇതിൽ ഒപ്പുവെക്കുന്നത്. ഇതിന് നിയമസഹായം നൽകിയത് പ്രമുഖ മദ്രാസ് അഭിഭാഷകനായിരുന്ന എട്ലി നോട്ടൺ ആയിരുന്നു ഇതിൽ നിയമസഹായം നൽകിയത്. ഇത് തയ്യാറാക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള നിയമപരമായിട്ടുള്ള സഹായം അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന്റെ പ്രധാന കേന്ദ്രം കോട്ടയം പബ്ലിക് ലൈബ്രറിയിലായിരുന്നു ഈ ഒരു മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂട്ടായ്മകളൊക്കെ നടന്നത്. ഇനി ഇതിനോട് അത്യാവശ്യം തന്നെ മാധ്യമ പിന്തുണയും ലഭിച്ചിട്ടുണ്ടായിരുന്നു. CV രാമൻ പിള്ള തന്റെ മിതഭാഷി എന്ന പത്രത്തിലൂടെ മലയാളി മെമ്മോറിയലിന് വലിയ സംഭാവന അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ വലിയ പ്രചാരണം അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പോൾ മിതഭാഷി എന്നുള്ള പത്രം എന്ന് പറയുന്നത് CV രാമൻ പിള്ളയുടെ ആയിരുന്നു. ആ ഒരു പത്രത്തിലൂടെ മലയാളി മെമ്മോറിയൽ അദ്ദേഹം നല്ല രീതിയിൽ മാർക്കറ്റിംഗ് സൈഡ് അല്ലെങ്കിൽ ഒരു പബ്ലിക് വാല്യൂ ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇത് വിദേശികളുടെ മേധാവിത്വം എന്ന പേരിൽ പുസ്തകമായിട്ട് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ മിതഭാഷയിലൂടെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രൊപ്പഗാൻഡ എല്ലാം എന്തായിട്ട് മാറുകയാണ് ചെയ്തത്. വിദേശികളുടെ മേധാവിത്വം എന്ന രീതിയിൽ ഒരു പുസ്തകമായിട്ട് തന്നെ ഇറങ്ങുന്നുണ്ട്. ഇനി ഇതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഈ മലയാളി മെമ്മോറിയലിനെ കൗണ്ടർ ചെയ്യാനായിട്ട് മലയാളി മെമ്മോറിയലിലെ ആവശ്യങ്ങളെ എതിർത്തുകൊണ്ട് പരദേശി ബ്രാഹ്മണരുടെ നേതൃത്വത്തിൽ മഹാരാജൻ സമർപ്പിച്ച ഒന്നാണ് കൗണ്ടർ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ 1891 ജനുവരി മാസം 1-ാം തീയതിയാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. ഇതിനെ എതിർത്തുകൊണ്ട് തിരുവിതാംകൂറിലുള്ള പരദേശി ബ്രാഹ്മണർ സമർപ്പിച്ച ഒന്നാണ് കൗണ്ടർ മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന് ശേഷം വരുന്ന മറ്റൊരു മെമ്മോറിയൽ ആയിരുന്നു ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. 1896 ഈഴവ മെമ്മോറിയൽ നടക്കുന്നത്. അതായത് ഈ മലയാളി മെമ്മോറിയലില് ഈഴവരും അതോടൊപ്പം തന്നെ പിന്നാക്ക ജാതിക്കാരും നേതൃത്വം കൊടുത്തെങ്കിലും ശരിക്കും പറഞ്ഞാൽ പിന്നാക്ക ജാതിക്കാരെയും ഈഴവരെയും ഇതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ തേക്കുകയാണ് ചെയ്തത്. അതായത് സവർണർക്കും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻസിനും മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ ഗുണമുണ്ടായത്, മലയാളി മെമ്മോറിയൽ കൊണ്ട് ഗുണമുണ്ടായത്. സോ ഈ ഒരു തിരുവിതാംകൂറിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഈഴവർക്ക് ഇതിൽ മെച്ചമൊന്നും ഉണ്ടായില്ല. സോ ഈഴവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടായ മെമ്മോറിയൽ ആയിരുന്നു ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. മലയാളി മെമ്മോറിയൽ ഈഴവ സമുദായത്തിന്റെ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥ ആവശ്യങ്ങൾ കൃത്യമായിട്ടുള്ള പരിഗണന കിട്ടാതെ തുടർന്ന് 1896 സെപ്റ്റംബർ 3 ഡോക്ടർ പത്മനാഭൻ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ 13,176 ഈഴവർ ഒപ്പിട്ട് ശ്രീമൂലം തിരുനാളിൽ സമർപ്പിച്ച നിവേദനമാണെന്ന് പറയുന്നത് ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. പക്ഷേ മലയാളി മെമ്മോറിയൽ പോലെ ഈഴവ മെമ്മോറിയൽ ഒരു സക്സസ് ഒന്നും ആയിരുന്നില്ല. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് ദർസാർ സാഹിബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഡോക്ടർ പൽപ്പ്, ഓപ്ഷൻ ബി മൊയ്തു മൗലവി, ഓപ്ഷൻ സി അയ്യത്താൻ ഗോപാലൻ, ഓപ്ഷൻ ഡി കെ കേളപ്പൻ. ആരാണ് ദർസാർ സാഹിബ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്? ഓക്കെ, ഇപ്പോൾ ശരി ഉത്തരം എന്ന് പറയുന്ന ആരാണ്? ഓപ്ഷൻ സി അയ്യത്താൻ ഗോപാലനാണ് എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നത്? നമ്മുടെ ദർസാർ സാഹിബ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അയ്യത്താൻ ഗോപാലനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം. അദ്ദേഹത്തിന്റെ ജീവിതകാലം എന്ന് പറയുന്നത് 1861 മാർച്ച് 3 തൊട്ട് 1948 വരെയാണ് അയ്യത്താൻ ഗോപാലന്റെ ആ ഒരു ജീവിതകാലം എന്നുള്ളത്. അദ്ദേഹം കണ്ണൂർ തലശ്ശേരിയിലുള്ള
അഞ്ചരക്കണ്ടി സ്വദേശിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവി എന്ന് പറഞ്ഞാൽ മലബാറിലെ തീയ സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ ആധുനിക മെഡിക്കൽ ബിരുദധാരി ആയിരുന്നു പറയുന്നത് അയ്യത്താൻ ഗോപാലൻ. സോ തീയ സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ ഡോക്ടർ ആയിരുന്നു അയ്യത്താൻ ഗോപാലൻ എന്ന് പറയുന്നത്. മദ്രാസ് സർക്കാരിന് കീഴിൽ മെഡിക്കൽ ഓഫീസറായും ജയിൽ സൂപ്രണ്ടായിട്ടും ആര് പ്രവർത്തിച്ചിട്ടുണ്ട്? നമ്മുടെ അയ്യത്താൻ ഗോപാലൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം ബ്രഹ്മസമാജം, നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ രാജാറാം മോഹൻ റായ് സ്ഥാപിച്ച ബ്രഹ്മസമാജം കേരളത്തിലേക്ക് വിശേഷം മലബാറിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയായിരുന്നു അയ്യത്താൻ ഗോപാലൻ എന്ന് പറയുന്ന. 1898 കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചത് നമ്മുടെ ഈ അയ്യത്താൻ ഗോപാലനാണ്. രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായി മലബാറിൽ ജാതി വിരുദ്ധ ചിന്തകളും ഏകദൈവ വിശ്വാസവും പ്രചരിപ്പിക്കാനായിട്ട് അയ്യത്താൻ ഗോപാലന് സാധിച്ചിട്ടുണ്ട്. ഇനി പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും കുട്ടികളിൽ ധാർമ്മിക മൂല്യങ്ങൾ വളർത്തുന്നതിനുമായി കോഴിക്കോട് അദ്ദേഹം സുഗുണവർദ്ധിനി സഭ എന്ന പേരിൽ ഒരു സംഘടനയും സ്ഥാപിച്ചിട്ടുണ്ട്. സുഗുണവർദ്ധിനി സഭ സ്ഥാപിച്ചവരാണെന്ന് നോക്കുകയാണെങ്കിൽ ആരാണ്? ദർസാ സാഹിബ് എന്നറിയപ്പെടുന്ന അയ്യത്താൻ ഗോപാലനാണ്. ഇനി അദ്ദേഹം സ്ഥാപിച്ച മറ്റൊന്നാണ് ലേഡി ചന്ദാവർക്കർ സ്കൂൾ എന്ന് പറയുന്നത്. ദളിത് വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി കോഴിക്കോട് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിന് ഈ ഒരു സ്കൂൾ സ്ഥാപിച്ചു. സ്കൂളിന്റെ പേരെന്ന് പറയുന്നത് ലേഡി ചന്ദാവർക്കർ സ്കൂൾ എന്നായിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന് ലഭിച്ച ഒരു ബഹുമതിയായിരുന്നു റാവു ബഹാദൂർ ബഹുമതി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സാമൂഹിക വിദ്യാഭ്യാസ വൈദ്യശാസ്ത്ര രംഗങ്ങളിലെ മികച്ച സേവനങ്ങൾ പരിഗണിച്ച് 1917 ബ്രിട്ടീഷ് സർക്കാർ റാവു ബഹദൂർ എന്ന പദവിയും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ കുറച്ച് ചോദ്യങ്ങളെ ഡിസ്കസ് ചെയ്തുള്ളൂ. കുറച്ചുകൂടി ചോദ്യങ്ങൾ നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസ് എക്സാം ഇപ്പൊ വരാനായിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് 2 ഘട്ടങ്ങളിലാണ്, പറഞ്ഞ പോലെ 2 ദിവസങ്ങളിലായിട്ട് 4 ഘട്ടങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രിലിംസ് ക്രാക്ക് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ എഴുതാൻ പോകുന്ന പരീക്ഷയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന പരീക്ഷ. നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് 8590202323 എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ എല്ലാവരും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. ഈ ഒരു കമ്പനി ബോർഡ് LGSആയിട്ട് ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന PSC പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും ക്യൂസുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോ താഴെ കാണുന്ന ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. കറണ്ട് അഫയേഴ്സ് അതോടൊപ്പം തന്നെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.